ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു ഫോൺ കവർ ചെയ്തെടുത്താലോ. അപ്പോൾ അതിനായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പഴയ ട്രാൻസ്പെറൻറ്റ് ഫോൺ കവറാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ട്രാൻസ്പെറൻറ്റ് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഫോൺ കവർ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ കവറിൽ കുറച്ച് ബബിൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഗ്ലൂഗൺ വെച്ചിട്ട് തന്നെ. ഗ്ലൂഗൺ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ഒരേ പോയിന്റിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല ബബിൾ ഷേപ്പിൽ വന്നോളും. ആദ്യം ചിലപ്പോൾ ഷേപ്പിലായിരിക്കില്ല, പിന്നെ അത് ഉണങ്ങുന്നതിന് മുമ്പ് നല്ല ബബിൾ പോലെ ആയിട്ട് ഉണങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ ഞാൻ ഫുള്ളായിട്ട് കവർ ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ മതിയെങ്കിൽ അതുപോലെ ചെയ്ത് കൊടുക്കാം. ഞാൻ ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഒത്തിരി ബബിൾസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതെല്ലാം തിരിച്ച് ഇളക്കിയെടുക്കുകയാണ്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഫോൺ കവർ റബ്ബറാണല്ലോ. അപ്പോൾ റബ്ബറിലേക്ക് നമ്മുടെ ഗ്ലൂഗൺ ഒഴിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇളകി പോരും. ഗ്ലൂഗൺ യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും, നമ്മൾ തൊടുമ്പോൾ തന്നെ അത് ഇളകി പോവും. അപ്പോൾ ഇതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നമുക്കിതെല്ലാം ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ബബിൾസ് ഫുള്ളായിട്ട് ഞാൻ ഇളക്കിയെടുക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് ഈ ബബിൾസ് കാണാനായിട്ട്. നമുക്ക് ഇത് വെച്ചിട്ട് വേറെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് നമുക്ക് വേറെ വീഡിയോസിലായിട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ച് നമ്മുടെ ഫോൺ കവറിലേക്ക് ഒട്ടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഫ്ലെക്സ് ക്യൂക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് റബ്ബറിലൊക്കെ നല്ലോണം ഒട്ടുന്ന ഒരു പശയാണ്. ഒത്തിരി മെറ്റീരിയലിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും, റബ്ബറിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഈ ബബിൾസ് എല്ലാം തിരിച്ച് നമ്മുടെ ഫോൺ കവറിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് എവിടെയൊക്കെ വേണം എന്നൊക്കെ നോക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ വീണ്ടും ഇത് ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, എത്ര ഇളക്കാൻ നോക്കിയാലും ഇത് ഇളക്കി വരില്ല. അത്ര നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടി അവിടെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ബബിൾസ് എല്ലാം ഞാൻ ഇതിലേക്ക് വീണ്ടും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ട് ഇരിപ്പുണ്ട്. അതിനി അങ്ങനെ ഇളകി പോരുമൊന്നുമില്ല. അതല്ലെങ്കിൽ അത്രയും ശക്തിക്ക് വലിച്ചിളക്കാൻ നോക്കിയാലൊക്കെ ഇളകി പോരുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. ഇനി ഇതിലേക്ക് നമുക്ക് കളർ അടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്പ്രേ പെയിൻ്റ് ആണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്, ബ്ലാക്ക് സ്പ്രേ പെയിൻറ്റ്. അതല്ല നിങ്ങളുടെ കയ്യിൽ അക്രിലിക് കളറേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. പക്ഷേ കുറച്ചുകൂടി നല്ലത് സ്പ്രേ പെയിൻ്റ് ആയിരിക്കും. പെട്ടെന്ന് ഉണങ്ങി കിട്ടാനും നല്ല ഫിനിഷിങ്ങിലൊക്കെ കിട്ടാൻ സ്പ്രേ പെയിൻ്റ് ആണ് കുറച്ചുകൂടി നല്ലത്. പക്ഷേ അത് എല്ലാവരുടെയും കാണണം എന്നില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉള്ളതനുസരിച്ചിട്ട് ഏത് കളറാണോ ഉള്ളത് അത് അടിച്ചു കൊടുക്കുക കേട്ടോ. അത് നല്ലോണം ഉണങ്ങിയതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മെറ്റാലിക് ബ്ലൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൈ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ മെറ്റാലിക് കളേഴ്സിനേക്കാളും ഏറ്റവും നല്ലത് മൈക്ക പൗഡർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതായിരിക്കും. അത് നമ്മൾ റെസിനാറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പിഗ്മെൻ്റ് ആണ് കേട്ടോ. അതാണ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഇതിനേക്കാളും നല്ല ഭംഗിയായിരിക്കും, നല്ല മൾട്ടി കളറിലിരിക്കും, അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്യുകയാണ്. ഞാൻ എന്തായാലും അത് പർച്ചേസ് ചെയ്യുന്നുണ്ട്. പർച്ചേസ് ചെയ്തിട്ട് വേറൊരു വീഡിയോയിൽ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് ഇതുപോലെയാണ് നമ്മുടെ ഫോൺ കവർ കിട്ടിയിട്ടുള്ളത്. ലാസ്റ്റ് വാർണിഷും കൂടി അടിച്ച് നല്ല സെക്യൂർ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി നാളിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ മറന്നുമല്ല കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, സീ യു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഞെക്കാനും മറക്കല്ലേ.